Hello everyone. Today, what I'm going to talk is about നിങ്ങളുടെ 20s നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് അഡ്വൈസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 20s കുറേ പേര് പറയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ലൈഫ്, ജസ്റ്റ് ബി ഫ്രീ എന്ന് പറയുന്നതുകൊണ്ട്. കുറേ പേര് പറയും നിങ്ങളുടെ 20s എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ യു ഹാവ് ടു ബി സീരിയസ് അബൌട്ട് യുവർ ലൈഫ്. നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുക, നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ജോബ് കിട്ടുക, നിങ്ങൾ സെറ്റിൽ ആവാൻ നോക്കുമെന്ന് പറയുന്ന കുറേ പേര് കാണാം. എല്ലാവരും നിങ്ങൾക്ക് ഓരോരോ ഒപ്പീനിയൻസ് ചെയ്യും, നിങ്ങൾ അത് ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യും. സോ ഇറ്റ് ഈസ് എ വെരി ഹാർഡ് ടൈം 20s എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക്. ബിക്കോസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കൺഫ്യൂസിങ് പോട്ടെ, ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏജാണിത്. സോ ഈ ഏജിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് പറയുന്ന കേൾക്കണം, ഇവര് പറയുന്ന കേൾക്കണോ, അവര് പറയുന്ന കേൾക്കണോ? എനിക്കിപ്പോ ഇവിടെ വന്ന് വേണമെങ്കിൽ എനിക്കും ഇതേപോലത്തെ വേറെ ഒരു സാധനം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഒരു കൺഫ്യൂഷനും കൂടെ എനിക്ക് ഇട്ട് തരാം. പക്ഷെ ഞാനിവിടെ അതിനല്ല വന്നേക്കുന്നത്. ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഐ ഫൗണ്ട് സംതിങ്. ഇത് ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ മിയർ ഒപ്പീനിയൻ അല്ല, ഇതൊരു സ്റ്റഡിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് 20s. സോ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വാട്ട് യു ഷുഡ് ഡു ആക്ച്വലി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ പോലെ ആയിരിക്കും ചിലപ്പോൾ ഇത്. സോ എനിവേ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ ഗീവ് സം ക്ലാരിറ്റി ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ 20s എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലെ നമ്മുടെ പൊട്ടൻഷ്യലിന്റെ പീക്ക് ടൈമാണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇത് വളരെ കുറഞ്ഞ ഒരു ടൈമാണ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നവരും നമ്മുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ ഈ റെസ്പോൺസിബിലിറ്റീസ് കൂടിക്കൂടിയാ വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് നമ്മുടെ സ്കിൽ, നമുക്കുള്ള ഒരു എനർജി, ഇതിൻ്റെയൊക്കെ മാക്സിമം പീക്ക് ടൈമാണ് നമ്മുടെ 20s. അർജുൻ, ടൈം ഈസ് എവറിഥിങ്. ഇപ്പൊ തനിക്കുള്ള ഒരു എനർജി ഇല്ലേ, അതാണ് തന്റെ ബിഗ് പ്ലസ്. വെറുതെ സമയം കളയരുത് അർജുൻ, യു വിൽ റിഗ്രറ്റ് ഇറ്റ്. സോ ഞാൻ ഇത് പലരുടെ സംസാരിച്ചു ഈ ടോപ്പിക്കിനെ കുറിച്ച്. അവരെല്ലാവരും എൻ്റെ അടുത്ത് സമ്മതിച്ചു. കാരണം എടാ, എനിക്കിപ്പോൾ 30 ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ട് എനിക്കിപ്പോൾ പഴയ പോലെ അത്ര ഒരു എനർജി ഇല്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ആ ബിസിനസ് ഐഡിയ എനിക്ക് ഇപ്പം തുടങ്ങാൻ അത്ര മൈൻഡ് ഇല്ല, അല്ലെങ്കിൽ ആ ഹോബി എനിക്ക് ഇപ്പം ഞാൻ ചേസ് ചെയ്തിട്ട് ഇനി ഞാൻ ഡ്രീം ചേസ് ചെയ്തിട്ട് എനിക്കിനി ഒന്നും കിട്ടാനില്ല. സോ അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. സോ എനിക്ക് നിങ്ങളത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ 20s നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളത് ചേസ് ചെയ്യുക ഗൈസ്. അത് എന്ത് വില കൊടുത്തിട്ട് നിങ്ങൾ ചേസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഡ്രീം ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് ലെജിറ്റ്, ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു എ റിയാലിറ്റി, യു ജസ്റ്റ് ഫോളോ ഇറ്റ്. യു ഡോണ്ട് വെയിറ്റ് ഫോർ അതേഴ്സ് അക്സെപ്റ്റൻസ് ഓഫ് യുവർ ഡ്രീം. ബാക്കിയുള്ളവർ എന്തിനാണ് നിങ്ങളുടെ ഡ്രീം സമ്മതിക്കേണ്ടത്? അവരുടെ ഒരു ഒപ്പീനിയൻ കിട്ടിയിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഫോളോ ചെയ്യാൻ? ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, അത് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആ ദൈവം നിങ്ങൾക്കൊരു ഡ്രീം തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്തായിരിക്കും മൂപ്പര് തന്നത് നിങ്ങൾക്ക്. സോ നിങ്ങൾ ബാക്കി എല്ലാവരും ചോദിക്കുമ്പോൾ അവർ പറയും എടാ നടക്കത്തില്ല, കാരണം അവർക്കത് കൊടുത്തിട്ടില്ല, കാരണം അവർക്ക് ആ ഒരു കേപ്പബിലിറ്റീസ് ഇല്ല. ആ കേപ്പബിലിറ്റീസ്, ആ ഒരു വിഷൻ ഉള്ള, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള നിങ്ങൾക്ക് ദൈവം തന്നു ആ ഡ്രീം. സോ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് പറ്റും, എൻ്റെ പാഷനാണിത്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുക. യു ഫോളോ. ഒരു കോട്ടുണ്ട്, എയ്തർ ഇറ്റ് ഈസ് 5 years of pleasure for 50 years of pain, or 5 years of pain for 50 years of freedom. സോ നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുക. ഫോളോ ഇറ്റ് ഗൈസ്, ബ്ലൈൻഡ്ലി ഫോളോ ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവർ ഒപ്പീനിയൻ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന കേൾക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കുക. ഈ ഏജിൽ വേറെ ആരും നിങ്ങളെ വിശ്വസിക്കാൻ കാണില്ല. ഈ 20s നിങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടറും മോട്ടിവേറ്ററും എല്ലാം. ഒരുത്തനും കാണില്ല നിങ്ങളുടെ ലൈഫിൽ. സോ ഈ വീഡിയോ സത്യം പറഞ്ഞ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ഇങ്ങനത്തെ ഒരു മൈൻഡുള്ളവർക്ക് വേണ്ടിയാണ്. ബിക്കോസ് ദേ ഹാവ് സം ബിഗ് ഡ്രീംസ് ബട്ട് ദേ ആർ സ്റ്റക്ക്, ദേ ആർ കൺഫ്യൂസ്ഡ് വെദർ ഞാൻ ഈ ഡ്രീം ചേസ് ചെയ്യണോ അതോ ഐ ഷുഡ് ഗോ ഗെറ്റ് എ ജോബ്, ഗെറ്റ് സെറ്റിൽഡ്, ആ ഒരു രീതിയിൽ പോകണോ എന്നാലോചിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് യു ടു ഫോളോ ഇറ്റ്, ബിക്കോസ് യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. ഐ ബിലീവ് ഇൻ യു. വേറെ ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ച നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. സോ എനിക്ക്
ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിപ്പോ ബാക്കിയുള്ളവരെ പോലെ ചുമ്മാ രണ്ട് മോട്ടിവേഷൻ നിന്ന് പോയിരുന്ന ഒരാളായി പോകും. സോ എനിക്ക് ഇത് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡ്രീം ഒക്കെ ഉണ്ടായിക്കോട്ടെ, ബട്ട് എന്തായിക്കോട്ടെ നിങ്ങളുടെ പാഷൻ അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും. ബട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ 2 കാര്യങ്ങളുണ്ട് ലൈഫിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട 2 കാര്യങ്ങൾ. ഫസ്റ്റ് തിങ്ങിൽ നിന്ന് ഞാൻ തുടങ്ങാം, ബിക്കോസ് ഫസ്റ്റ് തിങ് ഈസ് കണക്റ്റഡ് ടു ദ സെക്കൻഡ്. ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞ സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ടു ആൻ എക്സ്ട്രീം. നിങ്ങളൊരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഐഡൽസ് ആയിക്കോട്ടെ, നിങ്ങൾ ആരാധിക്കുന്നവരായിട്ട് ആരും ആയിക്കോട്ടെ, അവർ എന്തുകൊണ്ട് ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഫിനാൻഷ്യൽ സക്സസ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഗ്രേറ്റ്നെസ്. പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഇതെല്ലാം ഒരു ഫാക്ടർ ആയിരിക്കും. ബട്ട് ദ റിയൽ തിങ് ഈസ് ദാറ്റ് ദേ ഹാവ് സ്പോക്കൺ ടു യു. അവരുടെ വേർഡ്സ് നിങ്ങളുടെ മൈൻഡിൽ എത്തിയിട്ടുണ്ട്. സോ ഐ എം ടെല്ലിങ് യു ദാറ്റ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ഫിഗേഴ്സും ഇൻ ദ വേൾഡ് ആയിക്കോട്ടെ, ഇൻ ദ കൺട്രി ആയിക്കോട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിലും ആയിക്കോട്ടെ, ദേ ആർ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ്. അവര് സംസാരിക്കാൻ പഠിച്ചവരാണ്. ഈ സംസാരിക്കാൻ പഠിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കൂട്ടുകാർക്കിടയിൽ കിടന്ന് ഭയങ്കര ഡയലോഗ് അടിക്കാനും സംസാരിക്കാനും ഓളം ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അതേപോലത്തെ അത്ര എളുപ്പമല്ല ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് പ്രസംഗിക്കാൻ. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൊളിറ്റീഷ്യൻസ് അവർക്ക് വലിയ വിവരമുള്ളവരായിരിക്കില്ല, വലിയ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ റൂളിംഗ് ദി കൺട്രി, ദേ ആർ റൂളിംഗ് ദി സ്റ്റേറ്റ്. വൈ? ഹൗ? സംസാരിക്കാൻ പഠിച്ചവരാണ്. സംസാരത്തിലൂടെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ ഐഡിയാസ്, അവരുടെ നയങ്ങൾ അവർ വ്യക്തമാക്കുന്ന, ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്ന അവരുടെ ഭാഷയിലൂടെ. സോ ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഇല്ലാതാവാൻ കാരണമെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ തന്നെയാണ്. കാരണം നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗം വന്നു കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും ധൈര്യമായിട്ട് വന്ന് ഓരോ പ്രസംഗം നടത്തിയിട്ട് പോകുന്നത്? ഭയങ്കര സൂപ്പറായിട്ട് നല്ല കറക്റ്റ് വേർഡ്സ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, കറക്റ്റ് സ്റ്റോപ്പിങ്, പക്കാ ഒരു സ്പീച്ച്, ഭയങ്കര ഓഡിയൻസിനുള്ള ആവേശം കൊടുക്കുന്ന ഒരു സ്പീച്ച് നൽകി പോകുന്ന എത്ര പേരുണ്ട്? ഒരു 2-3 പേര് കാണും ഒരു ക്ലാസ്സിൽ, അല്ലേ? ബാക്കി എല്ലാവരും വരും അയ്യോ പേരിന് വേണ്ടി, മാർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തേലും വൈവയ്ക്കൊക്കെ വന്നാൽ ജസ്റ്റ് വിറച്ച് കിടുങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു പോകും. അങ്ങനെയല്ലേ മിക്കവരും ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ടൈമിൽ ആ സ്കൂൾ ഡേയ്സിലൊക്കെ അങ്ങനെയായിരുന്നു. മിക്ക ആൾക്കാർക്കും പേടിയായിരുന്നു. 1, 2, 3, 4 പേരേ ഉള്ളൂ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സ്പീച്ച് ആയാലും എന്തായാലും. അന്ന് നമുക്ക് ചോദിച്ചു, എടാ നമ്മൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. ഇൻട്രോവേർട്ട് എന്നുള്ളത് ബിഗ്ഗസ്റ്റ് സ്കാം ആണ്. ദാറ്റ് വിൽ സ്റ്റോപ്പ് യു ഫ്രം അച്ചീവിങ് യുവർ സക്സസ്. ഡോണ്ട് ബി എ ഇൻട്രോവേർട്ട് ഇൻ ലൈഫ്. ഡോണ്ട് ബി ആൻ ഇൻട്രോവേർട്ട് ഗൈസ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രഭാസ് എന്ന് പറഞ്ഞ നടൻ, അയാളെ ഞാൻ കുറെ മീംസ് കണ്ടിട്ടുണ്ട്. അതിൽ റിയൽ ലൈഫിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്നത് ഭയങ്കര മീംസ് ഉണ്ട്. ഒരു സ്പീച്ചൊക്കെ പറയാൻ വന്നാലും ആശാൻ ചെറുതായിട്ട് വന്ന് പുള്ളിക്കാരൻ ഭയങ്കര ഒരു മടിയൊക്കെ ഓടുകൂടിയാണ് പറഞ്ഞിട്ട് പോകുന്ന സ്പീച്ചൊക്കെ. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ബാഹുബലി അങ്ങനത്തെ സിനിമയൊക്കെ സലാറൊക്കെ വന്ന് അവിടെ ഡയറക്ടർ ഒരു ആക്ഷൻ പറയുമ്പോഴത്തേന് അയാള് വന്ന് അയ്യോ ഞാൻ ഇൻട്രോവേർട്ട് ആണ്, ഡയലോഗ് മറന്നു പറയാൻ പറ്റുമല്ലോ? പറയാൻ പറ്റൂല പുള്ളിക്ക്. ദേ ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ ദ. അവിടെ ആലോചിച്ച് നോക്കുക, അവരുടെ സ്പീക്കിംഗ് സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആക്ടേഴ്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്, അവരെന്തുകൊണ്ടാണ് ഇത്രയും വലിയ നിലയിലെത്തി നിൽക്കുന്നത്? ദേ ഹാവ് ദിസ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അവർക്കൊരു ക്രൗഡിന് മുമ്പിൽ നിന്ന് അവർക്ക് ഡയലോഗ് ആയിക്കോട്ടെ, അവരുടെ ആശയങ്ങളായിക്കോട്ടെ, അവരുടെ കഥാപാത്രങ്ങളായിക്കോട്ടെ, അതിനെ അവർക്ക് 100% ഡെലിവർ ചെയ്യാൻ പറ്റും. 100%. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ യു ഹാവ് ടു ഇംപ്രൂവ് ഇറ്റ്. നിങ്ങൾ ഏത് ബിസിനസ് ഫീൽഡിലായിക്കോട്ടെ നിങ്ങൾ പോകുന്നത്, അവിടെ നിങ്ങൾക്ക് കാണും വലിയ നിങ്ങൾക്ക് ക്ലയൻസ്. യു ഹാവ് ടു കൺവിൻസ് ദം ദാറ്റ് നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ. യു നീഡ് ടു ബിക്കം ആൻ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ ദർ. യു ഹാവ് ടു ഇൻഫ്ലുവൻസ് ദം. സോ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഗൈസ്, ഡെവലപ്പ് ഇറ്റ് ഇൻ യുവർ 20s. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് കാര്യമാണ് ഞാൻ പറയുന്നത് ഈ 20s.
പക്ഷെ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ മാറി മറിയാൻ ഒരു 90% ചാൻസ് ഉള്ള സ്കിൽസാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഇംപ്രൂവ് ഇറ്റ് ആൻ അനദർ ലെവൽ. നിങ്ങൾ പറയുന്ന വാക്കുകൾ ബാക്കിയുള്ളവർ കേട്ടിരിക്കണം. ബിക്കം എ ഇംപെക്കബിൾ സ്റ്റോറി ടെല്ലർ. ബിക്കം ദാറ്റ്. കൂട്ടുകാർക്കിടയിൽ നിന്ന് കഥ പറഞ്ഞ് ഭയങ്കര കയ്യടി വാങ്ങുന്ന പോലല്ല. ഓരോ സ്റ്റേജിൽ കയറാൻ കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുക, പ്രസന്റേഷൻസ് ചെയ്യുക. ബിൽഡ് ദാറ്റ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇൻ യുവർ 20s ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്കിൽസ്. നിങ്ങൾ മാസ്റ്റർ ചെയ്തിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു സ്കില്ലല്ല, ബട്ട് ഇതൊരു വാല്യൂ ആണ്. ബട്ട് ദിസ് വാല്യൂ ഈസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഐ തിങ്ക് നിങ്ങളുടെ 20s നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ കോൺഫിഡൻസ്. സോ ബിൽഡ് ദാറ്റ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് വേസ് ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ഈ 2 സ്കിൽസ് ഉണ്ടല്ലോ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, പിന്നെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളെല്ലാവർക്കും എനിക്കറിയാം 20s നിങ്ങളെല്ലാം വെറീഡ് അബൌട്ട് ഹൗ ടു മേക്ക് മണി. ഇപ്പൊ തന്നെ നിങ്ങൾ അയ്യോ ഈ വീഡിയോ കണ്ടോണ്ട് എനിക്ക് എന്താ ഗുണം, ഞാൻ എന്തോ പഠിക്കുന്നത്, എന്നോട് പൈസ ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് എനിക്ക് ഒരു വീഡിയോ ചെയ്തതാ. സോ ഞാൻ വേണ്ട ഈ മണി എന്ന് പറഞ്ഞൊരു ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിലാണ് ഇപ്പോഴത്തെ 20s പിള്ളേർ നടക്കുന്നത്. ബട്ട് ആ മണിയിലോട്ട് നിങ്ങളെ എത്തിക്കാൻ, നിങ്ങളെ അർഹരാക്കാനായിട്ട് കുറച്ച് സ്കിൽസ് വേണം. അതിനകത്ത് 2 ടോപ്പ് സ്കിൽസ് ആണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഒന്ന് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, നിങ്ങൾ ഇംപ്രൂവ് ടു ദ മാക്സിമം നിങ്ങളുടെ. സെക്കൻഡ് ഈസ് ദാറ്റ് കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള വേസ് ഞാൻ പറഞ്ഞുതരാം. പല വേസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ സ്പീച്ചസ് ഒക്കെ പറയുക, നിങ്ങൾ തന്നെ വീഡിയോസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, കുറെ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുക, എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഉണ്ടാക്കുക, എന്റർടൈൻമെന്റ്സ് കണ്ടന്റ് ഉണ്ടാക്കുക, ബാക്കിയുള്ളവരെ വെറുപ്പിക്കാതെ സൊസൈറ്റിക്ക് നല്ലത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ ഇടുക. ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ രണ്ടാമത്തെ വഴി എന്ന് വെച്ചാൽ യു ബിൽഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ബോഡി സെറ്റാക്കി എടുക്കുക. ബോഡീസ് ഞാൻ 20s നിങ്ങൾക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേയിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഒരു നല്ല ബോഡി ഉണ്ടാക്കിയെടുക്കാം. മീൻസ് ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് നിങ്ങൾ ഭയങ്കര ജിമ്മന്മാരെ പോലത്തെ ഒക്കെ ബോഡി വേണമെന്ന്, ഭയങ്കര ബോഡി. ഐ ആം ടോക്കിംഗ് അബൌട്ട് എ സ്ലിം ഫിറ്റ് ബോഡി യു ഷുഡ് ഹാവ്. ഏത് ബോഡി തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, യു ഷുഡ് ബി ഫിറ്റ്. നിങ്ങൾക്കൊരു സ്പോർട്ട് നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അയ്യോ എനിക്ക് തടിയനാണ്, അയ്യോ ഞാൻ ഭയങ്കര മെലിഞ്ഞാനാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും. എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. സോ ആ കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഫിറ്റ്നസ്, ആ ഫിറ്റ്നസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ബോഡി ബിൽഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു തരത്തിൽ ഭയങ്കരമായിട്ട് കൂടും. സത്യം പറയുകയാണ് ഞാൻ, ബിക്കോസ് ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ്. സോ ട്രൈ ടു ബിൽഡ് ദാറ്റ് ബോഡി. ജിമ്മിൽ തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, 1 മണിക്കൂർ ഹോം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല സെറ്റ് ബോഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഐ തിങ്ക് ഇഫ് സംബഡി വാണ്ട്സ് ടു നോ ഹൗ ടു ഗെറ്റ് ദാറ്റ്, 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കാം ഹോം വർക്കൗട്ടിലൂടെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ലെറ്റ് മീ നോ ദാറ്റ് ഐ മൈറ്റ് പ്രിപ്പയർ. ഞാനൊരു വീഡിയോ ഫ്യൂച്ചറിൽ ഉണ്ടാക്കും ചിലപ്പോൾ. സോ ഞാൻ പറഞ്ഞ 2 കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ് ഇറ്റ് ടു ദ കോർ മാൻ. ഇംപ്രൂവ് ഇറ്റ് ടു ദ കോർ. മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് ഒരു സ്പീച്ചൊക്കെ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറയാൻ പറഞ്ഞാൽ സ്റ്റേജിൽ കയറി നിങ്ങൾ പൊരിക്കണം. ആ പറഞ്ഞ് തീരുന്ന നിമിഷം കയ്യടി പ്രവാഹമായിരിക്കണം അവിടെ. അങ്ങനെ പറയാൻ പഠിക്കുക ഓരോ സ്പീച്ചസും ഒക്കെ. ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെ നിങ്ങൾ എന്തിനാ പേടിച്ച് ഇൻട്രോവേർട്ട്, അയ്യോ എനിക്ക് വിറയില്ലാന്നൊക്കെ പറഞ്ഞ് മടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഷൈൻ ചെയ്യാനുള്ള ടൈംസ് ആണ്. കയറി അടിച്ച് പൊളിക്കുക ഈ ടൈമൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കോൺഫിഡൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് താനെ ബൂസ്റ്റ് ആയിക്കോളും. സോ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്, ഇഫ് യു ഡെവലപ്പ് ദീസ് 2 things in your 20s, along with that chase your dreams, I think you will become something incredible by your 30s. നിങ്ങളുടെ 30s ആകുമ്പോഴത്തേനും നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല, അയ്യോ എനിക്കിതാവാൻ പറ്റും, അയ്യോ ഞാൻ അപ്പോൾ വിചാരിച്ചില്ലല്ലോ ഞാൻ ഇത്രയും വലിയൊരു സംഭവം ആവുമെന്ന്. സോ ഐ ആം ടെല്ലിങ് യു, ഐ ആം ഗിവിങ് യു ദാറ്റ് കൈൻഡ് ഓഫ് അഷ്വറൻസ്. സോ ട്രൈ ടു ചേസ് ദാറ്റ് ഡ്രീം. ട്രൈ ടു ബിൽഡ് ദാറ്റ് 2 things that I told. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്, രണ്ടും ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ബിലീവ് ചെയ്യുക നിങ്ങളെ തന്നെ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബാക്കപ്പും സപ്പോർട്ടും ബിലീവറും മോട്ടിവേറ്ററും എല്ലാം. വേറെ ഒരുത്തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഹെയ്റ്റ് ചെയ്യാൻ ആൾക്കാരെല്ലാം കാണും. പക്ഷെ നിങ്ങളെ ഒരു കൂട്ടം സ്ട്രേഞ്ചേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന കണ്ടു കഴിഞ്ഞു പിന്നെ ഇവരെല്ലാം കൈയടിച്ച് കൂടെ കാണും. ബട്ട് അതുവരെ
സ്ട്രഗിൾ ചെയ്യണോടാ, കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു വില ഉണ്ടാക്കിയെടുക്കുക. സോ യാ, ദാറ്റ്സ് മൈ മെസ്സേജ് ടു യു. ചേസ് യുവർ ഡ്രീംസ് ആൻഡ് ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻസ് അബൌട്ട് യുവർ 20s. നിങ്ങൾ ഒരുപാട് വെറീഡ് ആവണ്ട, ബട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. യുവർ പീക്ക് ഓഫ് യുവർ പൊട്ടൻഷ്യൽ ആണ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് ചേസ് ചെയ്യാൻ ഇതിലും നല്ല ടൈം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക. ജസ്റ്റ് വൺ ലൈഫ് ഒളിച്ചെടുക്കുക.